ഒരു സ്വതന്ത്രൻ, ആ സ്വതന്ത്രന് UDF പിന്തുണ. അങ്ങനെ UDF പിന്തുണയുള്ള സ്വതന്ത്രൻ എന്ന് പറഞ്ഞാണ്. അതിൽ മുസ്ലിം നാമധാരികൾ ഉണ്ട്, അല്ലാത്തത് ചിലരുണ്ട്. അപ്പം ഇവരെ ഒരു ആട്ടിൻതോലണിഞ്ഞ ചെന്നായ എന്ന് നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ നേരെ തിരിച്ചാണ്. ചെന്നായുടെ തോലണിഞ്ഞ ആട്ടിൻ പറ്റങ്ങളായിട്ടാണ് ചില സ്വതന്ത്രന്മാർ ഇവിടെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. കണ്ടാൽ ആടിനെ പോലെ ഇരിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഇരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയാണ്, അല്ലെങ്കിൽ SDP ആണ് എന്നുള്ളതാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ബിഷപ്പുമാരിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതി. നിങ്ങൾ ഈ വളഞ്ഞ വഴി കൂടെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പല ബിഷപ്പുമാരും ഇതിനകം UDFനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് പരക്കെയുള്ള സംഭാഷണം. അല്ലാതെ എന്തുകൊണ്ടായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ സ്വന്തം വോട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയില്ല, സ്വന്തം കഴിവ് കൊണ്ട് ഇനി വിജയിക്കാൻ കഴിവില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണോ കോൺഗ്രസ് ഈ വഴിയെല്ലാം തിരഞ്ഞെടുപ്പ്? കോൺഗ്രസ് സ്വാഭാവികമായി തന്നെ കേരള രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം, ജമാഅത്തെ ഇസ്ലാമിയെല്ലാം ഒരു കാലത്ത് ഒഴിവാക്കിയിരുന്നതാണ്. അപ്പോൾ അവരെല്ലാം മുഖ്യധാരയിലേക്ക് വരികയാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രാവശ്യത്തെ നിയമസഭാ പരാജയം, ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണത്തിൽ തൂത്തുപറക്കി ഉള്ള LDFന്റെ വിജയം, ഇതൊക്കെ അവരുടെ അടിത്തട്ടിലും മേൽത്തട്ടിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.